തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വീണ്ടും ഓക്സിജൻ ഫ്ലോ മീറ്റർ പൊട്ടിത്തെറി. വനിതാ അറ്റൻഡർക്ക് പരിക്കേറ്റു. ഇന്ന് വെളുപ്പിന് 2 മണിയോടെ അത്യാഹിത വിഭാഗത്തിലായിരുന്നു അപകടമുണ്ടായത്. അമൽ തേനംപറമ്പിൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അമൽ, എപ്പോഴായിരുന്നു, എങ്ങനെയായിരുന്നു സംഭവം? വിശദാംശങ്ങൾ എന്തൊക്കെ അമൽ? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും വീണ്ടും ഒരു പൊട്ടിത്തെറി വാർത്ത വരികയാണ്. ഫ്ലോ മീറ്ററിന്റെ ഫ്ലോ ഗേജാണ് പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. ഇത് പൊട്ടിത്തെറിച്ചത് ഇന്ന് പുലർച്ചെ 2 മണിക്കാണ്. ഈ പൊട്ടിത്തെറിയിൽ അവിടെ ഉണ്ടായിരുന്ന അറ്റൻഡർ ഫാരിഷ ബീവിക്ക് പരിക്കേറ്റിട്ടുണ്ട്. നെറ്റിയിലാണ് പരിക്കേറ്റിരിക്കുന്നത്. ഈ ഫ്ലോ മീറ്ററിന്റെ ചില്ലുണ്ട്, ഫ്ലോ മീറ്ററിന്റെ മുകളിലുള്ള ചില്ല്, ആ ചില്ലാണ് പൊട്ടിത്തെറിച്ചത്. ഇത് ആദ്യമായല്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും ഇത്തരത്തിൽ ഈ ഫ്ലോ മീറ്റർ പൊട്ടിത്തെറിക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്ത വരുന്നത്. നേരത്തെയും ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട്. അന്ന് DME അടക്കം ഈ വിഷയത്തിൽ റിപ്പോർട്ട് തേടുകയും ആരോഗ്യമന്ത്രി അടക്കം ഇത് പരിശോധിക്കാമെന്ന് പറയുകയൊക്കെ ചെയ്യുന്ന അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ വീണ്ടും ഒരു ആവർത്തനം ഉണ്ടാവുകയാണ്. ഇതിന്റെ കാലപ്പഴക്കം കൊണ്ടാണോ ഇത് പൊട്ടിത്തെറിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കാര്യത്തിൽ എന്തായാലും ഒരു റിപ്പോർട്ട് തേടലും അന്വേഷണമൊക്കെ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ പുലർച്ചെ ഉണ്ടായ അപകടത്തിൽ നെറ്റിയിൽ നിസാര പരിക്കാണ് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. പരിക്കേറ്റ ഫാരിഷ ബീവി ട്രോമ ICUവിൽ ഇപ്പോൾ ചികിത്സയിൽ കഴിയുകയാണ്. ഈ പുലർച്ചെയാണ് സംഭവം ഉണ്ടായത്. ഇനിയിപ്പോൾ എന്താണ് ഇതിന്റെ കാരണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യത്തിന് ഇതുവരെയും ഉത്തരമായിട്ടില്ല. കാലപ്പഴക്കമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സാങ്കേതിക പിഴവാണോ എന്നുള്ളതാണ് അറിയേണ്ടത്. ആ കാര്യത്തിൽ ഒരു പരിശോധന നടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാനാവുന്നത്. മോദി. ശരി അമൽ, വീണ്ടും ഓക്സിജൻ ഫ്ലോ മീറ്റർ പൊട്ടിത്തെറി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. എന്താണ് കാരണം എന്നത് ഇനി പഠിക്കുകയും റിപ്പോർട്ട് സമർപ്പിക്കുകയും ഒക്കെ ചെയ്യുമായിരിക്കും. മിക്കവാറും ആരോഗ്യ വകുപ്പിൽ നിന്നെല്ലാം എല്ലാ സംഭവങ്ങളും ഇങ്ങനെ തന്നെയാണ്. വിദഗ്ധ സമിതിയൊക്കെ നിയോഗിക്കും സംഭവം പഠിക്കാൻ. അവർ പഠിച്ച് പരീക്ഷ എഴുതി പാസ്സായ റിപ്പോർട്ടൊക്കെ സമർപ്പിക്കും. പിന്നെ അതിൽ എന്ത് നടപടി എന്നതാണ് ചോദ്യം. ഈ നടപടികളില്ല. പിന്നെ ആർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടെങ്കിൽ, മരണം സംഭവിച്ചാൽ, മറ്റെന്തെങ്കിലും അപകടമാണെങ്കിൽ ഞങ്ങളിങ്ങനെ ചേർത്ത് പിടിക്കും എന്ന് പറയുകയും ചെയ്യും. ഏതായാലും കാര്യങ്ങൾ ഭംഗിയായി മുന്നോട്ട് പോയാൽ മതിയായിരുന്നു.